ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചാച്ചനും അമ്മച്ചിയും ഒരു ആക്സിഡൻറ്റിൽ അങ്ങ് പോകുന്നത്. പിന്നെ എന്നെ നോക്കിയതല്ല എൻ്റെ ചേട്ടായിയാ. അന്ന് ഇവിടുത്തെ അമ്മച്ചി നമ്മുടെ അയലോക്കമായിരുന്നേ. അന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാ അമ്മച്ചി വയ്യാണ്ട് കിടക്കുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നേ. ഞാൻ പിന്നെ നാളെ ദുബായിക്ക് പോകണമല്ലോ, അതാ അമ്മച്ചിയെ കൊണ്ടൊന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നേ. ചുമ്മാ കിടന്ന് തള്ളാതട ചെറുക്ക. ഈ പെങ്കൊച്ച് വന്നാൽ പിന്നെ അല്ലേടാ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയേ. അമ്മച്ചിക്കേ പ്രായമായതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അതാ. ശരിക്കും കൊച്ചു വന്നേ പിന്നെ അമ്മച്ചി ഒന്ന് ഉഷാറായേ. ഈ ഹോം നേഴ്സ് പരിപാടിക്ക് വിദേശത്ത് നല്ല സ്കോപ്പാന്ന് കേട്ടിട്ടുണ്ട്. വിദേശത്തോട്ടൊന്നും നോക്കുന്നില്ലേ? എനിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല തോമസ് കുട്ടി. ഒന്നാമത് ഞാൻ നഴ്സിംഗ് അല്ല പഠിച്ചത്. പിന്നെ എനിക്കിഷ്ടമുള്ള ജോലി കിട്ടുന്നവരെ ഒരു തൽക്കാല വരുമാനം, അത്രേ എനിക്ക് ഈ ജോലിയുള്ളൂ. നാട്ടിലെനിക്ക് അമ്മച്ചി മാത്രമുള്ളേ. ഞാനിവിടെ പോയി കഴിഞ്ഞാൽ അമ്മച്ചിയെ നോക്കാൻ ഞാൻ ഇതുപോലെ ആരെയിലൊക്കെ നിർത്തേണ്ടി വരും. അതെന്തായാലും വേണ്ട. ഇതാ കൊച്ചിൻ്റെ പ്രത്യേകത. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ, പക്ഷെ പറയുന്ന പോയിന്റ് കറക്റ്റായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കെൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ അധികം ഓർമ്മകളൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ഫാമിലി ലൈഫ് വേണമെന്ന്. ഞാനൊന്ന് സെറ്റിലായിട്ടേ വീട്ടിലേക്കൊരു പ്രൊപ്പോസലായിട്ട് വന്നാൽ ഓക്കെ ആണ്. എന്നേലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഒത്തില്ലല്ലേ തോമാച്ചാ? ഒന്നും പറഞ്ഞില്ല അമ്മച്ചി. നീ വിഷമിക്കണ്ടടാ. സേയിങ് നത്തിങ് സംടൈംസ് സേയ്സ് ദ മോസ്റ്റ് എന്നാ നീ കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാ നീ സമാധാനമായിട്ട് പോയിട്ട് വേടാ. നിനക്കുള്ളതാണെങ്കിൽ സമയമാകുമ്പം കർത്താവ് നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. കർത്താവിനെ ഓർത്ത് നീ എന്തേലും ഒന്ന് മിണ്ടടാ തോമാച്ചാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി, എന്നെ ഒരു ഇരിപ്പായത്. എടാ അമ്മച്ചി മരിച്ച പിന്നെ ആ കൊച്ചിനെ ഇവിടെ ആരും കണ്ടിട്ടില്ല. നമ്മൾ എവിടെയൊക്കെ തിരക്കി, നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. എന്തേലും ഒന്ന് മിണ്ടടാ തോമാച്ചാ. എൻ്റെ പൊന്നപ്പ, ആ പാപ്പനൊരു ഇച്ചിരി മനസമാധാനം കൊടുക്ക്. ഒരാൾക്ക് ഈ വീട്ടിൽ മിണ്ടായിരിക്കാൻ കൂടി പറ്റത്തില്ലേ? സേയിങ് നത്തിങ് സംടൈംസ് സേസ് ദ മോസ്റ്റ് എന്നാണ് അപ്പ. എടാ ഇമ്മച്ചാ, ഇത് നിനക്ക് ആരാടാ പഠിപ്പിച്ചു തന്നെ? അത് ഞങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് മിസ് പഠിപ്പിച്ചു തന്നാ. മിസ്സിന്റെ പേരെന്നാ? ഏഞ്ചൽ. എവിടെയൊക്കെ തിരക്കിന്നറിയാമോ? കെട്ടിപ്പോയി കാണുമെന്ന് ഞാൻ കരുതി. കാത്തിരിക്കുന്ന ഞാൻ അമ്മച്ചിക്ക് വാക്ക് കൊടുത്തായിരുന്നു. ഞാനെങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ നീ എന്നെ ചെയ്തേ. എന്തേലും ഒന്ന് പറ. പിന്നെയും മിണ്ടായിരിക്കുന്നു.